ഹലോ, അസ്സലാമു അലൈക്കും. ഇതെൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഇതാണോ എൻ്റെ ഡെയിലി മോർണിംഗ് റുട്ടീൻ എന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഏറെക്കുറെയാണ്. ഞാൻ ആദ്യം തന്നെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ കഞ്ഞിക്കുള്ള വെള്ളം വെക്കും. കാരണം അതാണല്ലോ പെട്ടെന്ന് ആവേണ്ട സാധനം. അത് കഴിഞ്ഞ് ഞാൻ ദോശ ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഗ്രീൻ പീസ് കറിയാണ് വിചാരിച്ചത് കേട്ടോ. ഇങ്ങനെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പച്ചരിയും ചോറും തേങ്ങയും ഉള്ളിയും കൂടിയിട്ട് അരച്ചു. എൻ്റെ പുറക്ക് ഇങ്ങനെ ഉണ്ടാക്കല. അപ്പം എനിക്ക് ആ ഒരു ടേസ്റ്റ് ക്രേവിങ്സ് വന്നപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഉമ്മ ഉണ്ടാക്കി തരുന്ന പോലത്തെ ടേസ്റ്റ് തോന്നിയിട്ടാണ്. അപ്പം ഇനി ഉമ്മ വന്നിട്ട് വേണം ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിച്ച് കുതിരെ തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശേൻ്റെ പരിപാടി നടക്കുമ്പോൾ പാത്രം അപ്പം ഞാൻ കഴുകുന്നുണ്ട്. കാരണം ലാസ്റ്റിക് ആകുമ്പം വേസ്റ്റ് നിറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ദോശ പരിപാടി ആ ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പച്ചക്കറിക്കുള്ള കറിക്കുള്ള കാര്യങ്ങൾ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉച്ചക്കേക്കുള്ള കറിക്കുള്ളതും രാവിലേക്കുള്ള കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും ഒക്കെ കൂടെ ഒറ്റ ട്രിപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെക്കും. കാരണം പിന്നെയും കട്ടിംഗ് ബോർഡ് എടുക്കുക, മുറിക്കുക, അരിയുക എന്തോരം മടി പിടിച്ച കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ പണിയെല്ലാം തീർക്കും. അതിന് ശേഷം പിന്നെ എൻ്റെ കലാപരിപാടികൾ തുടങ്ങും. ഞാൻ കറി ഉണ്ടാക്കാൻ ഇറങ്ങി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ 2-3 പ്രാവശ്യം സ്റ്റോക്ക് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഈ ഓവറായിട്ട് ഉപയോഗിക്കുന്ന പോലെ തോന്നും. അളവ് കണ്ണില്ല. മറ്റേതാകുമ്പോൾ ഞാനിങ്ങനെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യില്ല. ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ചെയ്യലുള്ളൂ. പിന്നെ ഉച്ചക്കേക്ക് വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയത്. അപ്പം എൻ്റെ ഗ്രീൻ പീസ് കറി ഏറെക്കുറെ റെഡിയായി. ആ റെഡിയായ സമയത്ത് ഞാൻ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി. എനിക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്ത മാതിരി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുപോലെ ആ ഉപ്പേരി ഉണ്ടാക്കിയത്. ആ സമയമാകുമ്പോഴത്തേനും പാത്രങ്ങളൊക്കെ കൂടി നിന്നീനു. അത് ഞാനങ്ങനെ ഫുള്ളും പാത്രമൊക്കെ കഴുകി ഉപ്പേരി വേറെ പാത്രത്തേക്കൊക്കെ മാറ്റി ഉച്ചക്കേക്കുള്ള കറിക്കുള്ള സാധനങ്ങളായിരുന്നത് അവിടെ സൈഡാക്കി വെച്ചു. പിന്നെ മോക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പം ചിക്കനെ ഞാൻ പൊരിച്ച് വെച്ചു. ബാക്കിയുള്ള ചിക്കൻ കൊണ്ട് ഞാൻ ഒരു മസാല ടൈപ്പ് സംഭവം ഉണ്ടാക്കി. എന്താണെന്നറിയില്ല, തട്ടിക്കൂട്ടുണ്ടാക്കി. അപ്പോഴത്തേനും എൻ്റെ മോൻ എണീച്ച് വന്നു. ഓൻ വൈകി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയും നേരം നമ്മൾ ഫ്രീ ആയി കിടക്കല്ലോ. രണ്ടാമത്തെ ടാസ്ക്കാണ് മക്കളെ ഈ ഒരു ടാസ്ക്. വല്ലാത്ത ടാസ്ക്കാണ് സ്കൂൾക്ക് പറഞ്ഞേക്കുക എന്നുള്ളത്. ഓളെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു. അതിന് ശേഷം ഓളെ ഒരുക്കി. പിന്നെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു പരിവാവും. അങ്ങനെ ഇക്കച്ചി വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിച്ചു. ഇങ്ങനെയൊന്നല്ല, എന്നാലും ഏറെക്കുറെ ഇങ്ങനെയാണ് ഡെയിലി